തിരിച്ചു പോ. എടാ വാഷിംഗ്ടണ്ണേ, ഈ ബ്ലാക്ക് ഇത് എവിടെ പോയി കിടക്കാണ്? അതറിയായിരുന്നെങ്കിൽ പിന്നെ അങ്ങോട്ട് ഓടിയാ പോരായിരുന്നോ? ആ എടാ സീസറെ, ബ്ലാക്കിനെ കണ്ടില്ലെങ്കിൽ അവന്മാര് മോലാളിക്കട അനിയന്റെ മൂക്കി പഞ്ഞി കയറ്റും. എന്നാ വാ കാണണ്ടേ? എന്നാ കാണാനാണ് മൂക്കി പഞ്ഞി കയറ്റണതാ? അതല്ലടാ ബ്ലാക്കിനെ കാണണ്ടേ. ബ്ലാക്ക് പേടിപ്പിക്കലടാ. ബ്ലാക്ക് ബ്ലാക്ക് അയ്യോ, അന്നെ പുറകിന്നൊരുത്തം കുത്താൻ വരുന്നുണ്ട് കേട്ടാ. വരട്ടങ്ങനെ വരട്ടെ. എന്നാ പ്ലാഞ്ചാണ് എന്റെ അമ്മച്ചിയെ. ഇവിടെ ഉണ്ടാന്ന് നോക്കാം. ആഹാ, നീ ഇവിടെ വന്നിരിക്കാടാ. നീ ഉമ്മണി പിള്ളേർക്കാണ് കൂടെ ഇരുന്നോ കേട്ടാ. നീ ഇളിച്ചോ കേട്ടാ, അവരാ വക്കച്ചനെ തല്ലിക്കൊല്ലും. എടാ, നീ ഇന്നലെ മുതലാളിക്കടെ കൂടെ പോയി തല്ലിയത് മറന്നുപോയാ? ഇന്നലെ തല്ലിയതാ എപ്പാ? നീ മറന്നാലും അവരോർക്കണുണ്ട് കേട്ടാ. വക്കച്ച മുതലാളിനെ വക്കുവരെ അവരെ അടിച്ചു തെറിപ്പിച്ചു. എന്നാ പോകാം ബ്ലാക്കേ. അണ്ണൻ ഇവിടെ തല്ലിക്കാം, ഞാൻ അവിടെ പോയി തല്ലിട്ട് വരാൻ കേട്ടാ. നീയൊക്കെ സണ്ണിയുടെ അനിയനെ തല്ലാൻ മാത്രം ആയോടാ? ഇവന്റെ വീട് ഞാൻ തുറക്കണേ. നിന്റെ അപ്പനെന്ന് പറയുന്ന തരകൻ നാറിയെ ചവിട്ടി കൊന്നിട്ട് സണ്ണിച്ചോടന്ന് പോകൂ. തുറക്കണേ. എന്താണ് ഈ കാണിക്കാൻ? ചെയ്യരുത്. അപ്പപ്പ ഇതാര് ബ്ലസ്സിക്കൊച്ചമ്മയാ? അപ്പൊ നീ മുട്ടിയ തുറക്കണ കൂട്ടത്തിലാണല്ലേടി. ബ്ലസ്സിക്കൊച്ചനെ തൊട്ടു പോകരുതും. ഇവനോ? ബ്ലാക്ക് വന്നടാ, ധൈര്യം ഇറങ്ങി വാടാ. ഈ കൊറേലെ ഗുണ്ടകളുടെ ഗുണ്ട വന്നടാ. അടിച്ചു നേരത്തെ ബ്ലാക്കേ. അവന്റെ വരവ് കണ്ടിട്ട് ലക്ഷണപ്പശകാണ് കേട്ടാ. ഇവൻ ഓടാൻ പോണേണ് കേട്ടാ. ബ്ലാക്ക്, നീ ഓടല്ലേ കേട്ടാ. നീ ഓടിയാ തുറക്കാനും മുഴുവൻ ഓടും കേട്ടാ. പന്ന നാറി, നീയാണല്ലോടെ മുടിയാ എന്റെ അനിയനെ തല്ലിയത്. തല്ലിയത് ഞാനാ, പക്ഷേ എങ്കിൽ മുതലാളി പറഞ്ഞിട്ടാ. മുതലാളി എന്നാ പറഞ്ഞു നിന്നോട്? മുതലാളി പറഞ്ഞത് മുഴുവനും ഞാൻ ഓർക്കണില്ല, പക്ഷെ കയറി പ്ലാഞ്ചാൻ പറഞ്ഞു. പ്ലാഞ്ചാൻ പറഞ്ഞപ്പം ഞാൻ കയറി പ്ലാൻ മുതലാളി പറഞ്ഞ നീ നിന്റെ അമ്മേനെ കെട്ടൂടാ. എന്റെ അമ്മേനെ കെട്ടാൻ പറ്റൂല, അവര് സത്തുപോയി. സാറിന്റെ അമ്മേനെ വേണമെങ്കിൽ കെട്ടാം. തല്ലരുത് കേട്ടാ, ഞാൻ മുതലാളി പറഞ്ഞിട്ടാണ് തല്ലിയത്. എന്റെ വ്യാകുല മാതാവേ, ഇനി മുതലാളി പറയാതെ പട്ടി തല്ലിയാലല്ല.
എന്റെ അനിയനെ തല്ലൂലടാ. നീ ഈ മുതലാളിയിൽ അവിടെ പോയി കിടക്കാണ്. മാതാവേ, അവരെ തല്ലി കൊന്നിട്ടേ വരത്തുള്ള തരകം മുതലാളിയെ. ഞാനങ്ങോട്ട് വന്നടാ. മുതലാളിക്ക് വാങ്ങി. അങ്ങോട്ട്. അച്ചായ, യവന്മാരെന്നെ. ഓ തരകം മുതലാളി എത്തിയ. എടാ നാറിക്ക മകനെ, നീ എന്റെ വീട്ടിൽ കയറി മേയാമാത്തം വളർന്ന ഈ കടാപ്പുറത്തുനിന്ന് എഴഞ്ഞേ പോവേ. നിനക്കറിയായോ ഈ നിൽക്കണത് ആരാണെന്ന്? 7 തുറന്ന തരകനാണ്. പിന്നെ പ്രവൃത്തിയിൽ കുറെ വിവരദോഷമുണ്ടെന്നല്ലാണ്ട് കായിന് ഒരു കുറവൂല കേട്ടാ. സൂക്ഷിച്ചിങ്ങോട്ട് നിക്കണോട്ടാ നീർക്കോലി. ഹലോ, ആരാ? തരകം മുതലാളിയാ? തരകം മുതലാളി അടിമേടിക്കാനുള്ള തിരക്കിലാണല്ല. കുറച്ച് കഴിഞ്ഞ് വിളിക്കട്ടാ. താൻ ഇന്നലെ വീട്ടിൽ വന്ന എന്റെ അനിയനെ തല്ലിയല്ലേ? എടാ നാറിഹേ, പരനാറിഹേ, എന്റെ ബ്ലസിമകളെ കെട്ടിക്കാനെ കൊണ്ട് നിന്റെ അനിയൻ കലക്ടർക്ക് 25 ലക്ഷം രൂപ മുൻകൂർ എന്നത് ഓർമ്മയുണ്ടല്ല. അവൻ വടിയായത് കൊണ്ട് കെട്ട് നടന്നില്ലല്ല. അപ്പം മേടിച്ച ശ്രീധനക്കാശ് തിരികെ തരണമല്ല. അത് മേടിക്കാനെ കൊണ്ട് നിന്റെ വീട്ടിൽ വന്ന എന്നാട് ഈ നിൽക്കണതിന്റെ അനിയൻ തന്റെ ഈ പേസ് കെട്ടുമേ നോക്കി പറയണേ. ഏട്ടന് വേണ്ടി ഉറപ്പിച്ചാണേലും കുഴപ്പമില്ല, അവൻ കയറി പൊറപ്പിച്ചോളാമെന്ന്. അല്ല മകനെ, നീ തന്നെ പറ, ഒറ്റത്തന്തക്ക് പറഞ്ഞ ഏത് തന്തയും ബ്ലാഞ്ചി പോകത്തില്ലേ? പിന്നെ എന്റെ കയ്യിൽ ആറ്റിക്കണ്ടല്ല എന്ന് കരുതി ഞാൻ നമ്മുടെ ബ്ലാക്കിനെ കൊണ്ടൊന്ന് മെഴുകിച്ച് ഞാൻ സ്വർണ്ണപ്പൻ എന്റെ കർത്താവേ, എന്നെ ഇവന്മാര് ബ്ലാഞ്ചി കൊന്നേ. അയ്യോ, നമ്മുടെ ബ്ലാക്ക് എവിടെയാണാ? എടാ ബ്ലാക്ക്, ബ്ലാക്ക്, ബ്ലാക്കിലെ വിളിയടാ ഊളകളെ. മുതലാളിയുടെ അടുത്ത് കിടക്കുന്ന സാധനമാണ് ബ്ലാക്ക്. എടാ ബ്ലാക്ക്, നീ ഇതെന്നെ അടിക്കാണ്. എടാ എണീക്കടാ. അവൻ അടിച്ച് തല ടാക്സി കളഞ്ഞില്ലേ മുതലാളി, പിന്നെ അവൻ എങ്ങനെ എണീക്കും? എടാ ബ്ലാക്ക്, എടാ ബ്ലാക്ക്, ബ്ലാക്ക്. അവൻ വിളി കേട്ട് കേട്ടാ. എടാ എണീക്കടാ. പോയി. എടാ തരകം മുതലാളിയാണ് പറയണത്. എണീക്കടാ. 1 2 3. പോരട്ടെ, പോരട്ടെ. കഴിഞ്ഞു. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരുന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടിയുടെ കാണാവുന്നതാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അടിച്ച് കൊല്ലടാ പന്നി. ഇനി നമുക്ക് തല്ലി കാണാട്ടോ.
ഇവനാണ് എന്റെ ബ്ലാക്ക് ഈ തുറയുടെ ബ്ലാക്ക് അതാണ്ടായി വക്കൻ ചേട്ടത്തി ഞാൻ ബാങ്കിൽ പോകുകയാണ് കേട്ടാ ചേട്ടത്തി ഇതിവിടെ പോയി കിടക്കുകയാണ് എവിടെയെങ്കിലും ചെന്ന് കിടക്കാനായിട്ട് ചേട്ടത്തി എന്നാ പട്ടിക്കുഞ്ഞ ഒറ്റ തൊടി വെച്ചെന്നുണ്ടല്ലോ ചേട്ടത്തി എന്താണ്ടാ വിളിച്ചത് പട്ടിക്കുഞ്ഞെന്നാ ഞാനൊരു സാമ്യം പറഞ്ഞതാണ്. ഒരു സാമ്യം പറയുമ്പോ കറക്റ്റ് ആയിട്ട് പറയണം കേട്ടാ അങ്ങനെയാണെങ്കിൽ എരുമക്കുഞ്ഞ്. അനിയ ചൊടിച്ചു പണം കേട്ടാ നോക്കിക്കോണേ കേട്ടാ പൈലി അത് ഞാൻ ഏറ്റി ചേട്ടത്തി. എടാ നാറി നിന്നാണ് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ വന്നിരുന്ന് തിന്നല്ലെന്ന്. കൊച്ചു മുതലാളി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നിന്റെ ഒടുക്കത്തെ ഒരു തീറ്റി. തീറ്റിക്ക് അങ്ങനെ നേരവും കാലവും വല്ല ഉണ്ടാ? അല്ല, കൊച്ചു മുതലാളി ഇത് എവിടെ പോകുകയാണ്? ബാംബെയില് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള മീൻകപ്പലിന്റെ കായ് ബാങ്കിൽ വന്നിട്ടുണ്ട്, അത് മേടിക്കാൻ പോകുകയാണ്. അതിന് കൊച്ചു മുതലാളിക്ക് കാശണ്ണി മേടിക്കാൻ വല്ല അറിയായ? നീ പാടാ ചീങ്കട്ടി പുട്ടുംകടലയും വാരി കയറ്റണത് പോലല്ല മുതലാളിപ്പണി. നീ വാടാ വൈകി കൊല്ലോടാ. അർദ്ധന അല്പരാത്രിക്ക് കൊട പിടിക്കണ്ടു. ചേട്ടതി എന്നാടാ? കുറച്ച് പുട്ടും കൂടെ തരുവാ. കത്രീനെ ഈ ബ്ലാക്കിന് കുറച്ച് പുട്ടുകൂടി കൊണ്ടക്കൂടെ കറിയും വേണം കേട്ടാ. ഇതെന്നാ കത്രി ചേച്ചി ഇത്രയും മൂക്കി വലിക്കാനാ? അല്ല, ഇവിടെ ഉണ്ടാക്കിയത് മുഴുവൻ നിന്റെ അണ്ണാക്കിലോട്ട് തള്ളിത്തരും. എന്തൊരു ആർത്തിപ്പണ്ടാരുവാണ് ഇത്. ഇന്നാ ഇത് നിങ്ങൾ തന്നെ നിന്നാ, എനിക്കങ്ങും വേണ്ട കേട്ടാ. വേണ്ടെങ്കി വേണ്ട, ഇതങ്ങ് പട്ടിക്ക് കൊടുത്തേക്കാം. അല്ല പിന്നെ എന്താ കത്രീന ചേച്ചി? എന്റെ പൊന്നു മകളെ ഇപ്പൊ തന്നെ 10-12 കുറ്റി പുട്ട് തിന്നു കാണും. എന്നിട്ടും ചോദിക്കാണ് ഇനിയില്ലേന്ന്. കൊടുക്കണവർക്ക് നാണം തന്നെ. ഓ വന്ന് ബ്ലച്ചിക്കൊച്ചിനറിയാല്ല, എന്നാങ്കിലും കഴിക്കണമെങ്കിൽ നന്നായി കഴിക്കണം, അല്ലെങ്കിൽ കഴിക്കരുതും. നീ അവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. കണ്ടാ ഇങ്ങനെ സ്നേഹമുള്ളവര്. എന്റെ മാതാവെ കൊണ്ടുവരുന്നു കണ്ട. വയറ് നിറച്ച് കഴിച്ചോളണം, ഒന്നും മിച്ചം വെക്കരുത് കേട്ടല്ലോ. അപ്പൊ പാത്രവും വേണ്ട? അയ്യോ, പാത്രം വേണം. ഇത് കണ്ട ഇങ്ങനെ വേണം തിന്നാൻ തരാൻ കേട്ടാ കത്രിയെ. ദേ നീ വലിയ കൊമ്പസ്രാവായിരിക്കും. എന്നോട് കളിച്ചാ വെട്ടിക്കൊണ്ടിച്ച് കറി വെക്കും കേട്ടാ. ഓ പിന്നെ നമ്മ തമ്മി ഇഷ്ടാണെന്നാ തുറക്കാര് പറയണത്. ആണോ? എനിക്കും ചില സമയത്ത് അങ്ങനെ തോന്നാറുണ്ട് കേട്ടാ. ദേ ഒരു ഒറ്റ അടി വെച്ചെന്നാലുണ്ടല്ലോ, മര്യാദക്കിരുന്ന് ആഹാരം കഴിച്ചിട്ട് അപ്പനോട് പൊക്കം. ഓ, ഒരു ബ്ലാക്ക് ആയിട്ട് നടക്കുന്നു. നിങ്ങൾ തമ്മി പ്രേമാണ്. ആ കെട്ടാൻ പോണയാണ്. എന്നതാണ് നിനക്ക് ജീവിതം മടുത്ത? ചേടതി കെട്ടിയതാണ്. ആണ്. ജീവിതം മടുത്തിട്ടാണ് കെട്ടിയത്. എടാ മരക്കഴുതേ, ഓ ആ പെങ്കൊച്ചിനെ കെട്ടാമെന്ന് 2 എണ്ണം കെട്ടുന്നതിന് മുമ്പ് ചത്ത്. ഓ. അറിയാവാ? ആദ്യം പോലീസിലൊരു വലിയ ആഫീസറെ കൊണ്ട് കല്യാണം ഉറപ്പിച്ച് കെട്ടാൻ വന്ന വഴിക്ക് ലോറി ഇടിച്ച് ചത്ത്. രണ്ടാമത്തത് ലക്ഷങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞൊരു കലക്കട്ടറെ കൊണ്ടുവന്ന് അമിട്ടും കുണ്ടുമൊക്കെ പൊട്ടിച്ചാണ് സ്വീകരിച്ചത്. കെട്ടാൻ വേണ്ടി പന്തലിൽ കയറിയതും കുണ്ടിനേക്കാ ചത്തത്തി ചങ്കു പൊട്ടി അയാളും ചത്ത്. ഇപ്പൊ ആരെ കിട്ടാത്തത് കൊണ്ടാണ് നിന്നെ കേറി പിടിച്ചത്. നിന്നെ കെട്ടിയാ പിന്നെ മുതലാളിക്ക് തല്ലാനും മകാക്ക് കൊല്ലാനും ആളായില്ല. അപ്പൊ ബ്ലച്ചിക്കൊച്ച് കാലനാണല്ലേ? കോലനല്ല കോരി. അവൻ അടുക്കള കാണും. ആ അതെ ഇതിന്ന് തരികയല്ല കേട്ടോ. ബ്ലാക്കേ ഒന്ന് വേഗം പാടാ ബ്ലാക്കേ. പതുക്കെ തിന്നട, തൊണ്ടേ തങ്ങി ചത്തു. ഇത് മലമ്പാമ്പ് കോഴി തിന്നണ മാതിരി ഉണ്ടല്ല. ഞങ്ങൾ തിന്നൂന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങൾക്ക് വേണ്ട കേട്ടാ, പെട്ടെന്നൊന്ന് വന്നാ മതി. തല്ലാനാണ് ഞാനില്ല ആ കേട്ടാ. തല്ലാനല്ലെന്നേ, നിന്റെ അപ്പൻ ചാപ്പി കിടന്ന് ബഹളം ഉണ്ടാക്കണെന്ന്. നിന്നെ ഇപ്പൊ കാണണമെന്ന് ഞങ്ങൾ വിളിക്കാൻ വന്നേണ്. അപ്പൻ ഷാപ്പിലാണ്. അപ്പൻ ഷാപ്പിലാട്ട് പോവാ. ആ പോകാ. കണ്ടാ എന്റെ വ്യാകുല മാതാവേ, ഷാപ്പിലാട്ടെന്ന് പറഞ്ഞിട്ട് വയറ്റിലാട്ടാണല്ലോ പോണത്.
കടലിപ്പാതയാണ് അതെന്താണ്ട മാനത്ത് ചെത്തണ കള്ളാണ്ട അന്തിക്കോടവും കൊണ്ടു മുങ്ങണതാരാണ്ട ചൂരനെ പോലുള്ള മോനാണ്ട എന്റെ ബ്ലാക്കാണ്ട അപ്പൻ എന്നെ വിളിച്ചായിരുന്ന എന്റെ മഹം വന്നായിരുന്ന അങ്ങോട്ട് കേറിയിരിക്കും. അപ്പൻ എത്ര നേരമായിട്ട് വിളിക്കാന്നറിയാവാ കാലത്തപ്പൻ കടലിൽ പോകുമ്പോ എന്റെ പൊന്നുമാൻ ഉറങ്ങായിരുന്നു. ഒന്നും കഴിച്ചില്ലടാ മാൻ. ഒന്നും കഴിച്ചിട്ടില്ലട്ടാ. ഞങ്ങളും ഒന്നും കഴിച്ചിട്ടില്ല. നീ കഴിച്ചോന്ന് ഞാൻ ചോദിച്ചോടാ. എന്റെ മകൻ കഴിച്ചതാ ചോദിച്ചു. കഴിച്ചാർന്ന്. അയ്യോ അവിടുന്ന് ശകലം പുട്ടല്ലേ കഴിച്ചോളൂ. അതെ ഇപ്പോഴും നല്ല വിശപ്പാ. അയ്യോ എടാ ചെമ്പരന്റെ ഓ. ഇവിടെ ഉള്ളതല്ല ഇങ്ങോട്ട് കൊണ്ടുപോടാ. എന്റെ ബ്ലാക്കിന് വിശക്കണ്. ആ. എന്റെ മകന് വിശന്ന അവന്റെ അപ്പന് സങ്കടം വരുവാടാ. എന്റെ മുത്താണ് വേഗം കൊണ്ടുപോടാ. ദേ കൊണ്ടുവരാണ്. ആ എന്തപ്പനും മോനാണ്. അവിടെ തലയില്ലെങ്കിൽ ഇങ്ങോട്ട് വെച്ച് 15 അപ്പം ഉണ്ടാട്ടാ. അവന്റെ വയറ്റ് ഇനി കൊള്ളാൻ സ്ഥലമില്ല. അപ്പൊ നമുക്കും കിട്ടൂല്ലേ സീസറെ? ചീങ്കണ്ണിയുടെ വയറാ കണ്ടറിയണം. അയ്യേ നിലത്ത് നിർത്തിയിട്ടണം ചാപം. ആ അപ്പൊ എടുത്തിട്ട് പാ ചുരുട്ടണ പോലെ ചുരുട്ട് എന്നിട്ട് ചാറിൽ മുക്കിയടി അങ്ങനെ. ആ കർത്താവേ യവൻ സൊനാമിയാ മൊത്തത്തിൽ വിഴുങ്ങിക്കളയും കേട്ടാ. ഞങ്ങളെ കൂടി ഒന്ന് ഗൗനിക്കടാ. എന്റെ വയറ് നിറഞ്ഞു കഴിഞ്ഞാ കവനിക്കാൻ കേട്ടാ. അയ്യോ ആ, ഇങ്ങനെ വെള്ളം ഇറക്കിയ എന്റെ മകന്റെ വയറ് കൊള്ളാവൂടാ. അത് കൊള്ളാമല്ല കടലല്ലേ. പ്രാകാരടാ. ഇവൻ പത്രോസേട്ടൻ തിമിംഗലത്തിലുണ്ടായതാണെന്നാ തോന്നണത്. അതല്ലടാ കടലാനയിലുണ്ടായത്. എടാ ചെമ്പരന്റെ ആ. അവന്മാർക്കൂടെ എന്തെങ്കിലും തോട. പക്ഷെ എന്റെ മകന്റെ വയറ് എറിഞ്ഞിട്ട് നിങ്ങ എഴുതേക്കാവൂ കേട്ടാ. അപ്പൊ ഞങ്ങൾ എണീക്കണ്ടേ? എണീക്കണ്ടെങ്കി എണീക്കണ്ട കൊണ്ടുപോടാ. ഉണ്ടായിരുന്നെല്ലാം ബ്ലാക്കിന് കൊടുത്തില്ലേ. ഇനി ഇവിടെ ഒന്നുമില്ല.